മുണ്ടക്കൈ ചൂരൽമല ദുരന്തം സംഭവിച്ചിട്ട് ഇന്നത്തേക്ക് ഒരു വർഷമാവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മലയാളികൾ ഒരുമിച്ച് നിന്നെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വർഷമാവുമ്പോൾ വരുന്ന പ്രധാന ചർച്ച എന്ന് പറയുന്നത് അവരുടെ പുനരധിവാസമാണ്. ഇപ്പോൾ ഗവൺമെൻറ്റും ബാക്കിയുള്ളവരൊക്കെ അതിന് പല ഓഫറുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഗവൺമെൻറ് ഓഫറുകൾ ചെയ്തത് നടപ്പിലാക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഒരു മാതൃകാ ഭവനം അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കെ രാജൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത് പോലെ ചില തടസ്സങ്ങൾ ഈ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് പ്ലാന്റേഷൻ്റെയൊക്കെ ഭൂമി ഏറ്റെടുത്തതാണ്. പിന്നീട് കൂടുതൽ വില കൊടുക്കേണ്ടി വന്നു. ഇത്തരത്തിൽ പല കമ്മീഷനുകളൊക്കെ ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഷിബിലി അറിയേണ്ടത് ഇപ്പോൾ നമുക്കറിയാം, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഏതാണ്ട് 25 ലക്ഷം രൂപ ഒരു വീട് പണിയാൻ വേണ്ടി കൊടുക്കുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. മിക്കവാറും അടുത്ത ജാനുവരി ഫെബ്രുവരിയോട് കൂടി ഒരു പക്ഷേ ഈ പുനരധിവാസ പദ്ധതി പൂർത്തിയാകുമായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്രയൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ? ഗവൺമെൻറ് സ്ഥലം കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇത് പണിയാൻ വേണ്ടി ഊരാളുങ്കലിനെ ഏൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ, അങ്ങനെ ഊരാളുങ്കലിനെ ഏൽപ്പിക്കുകയും പല പണികളുമൊക്കെ നടത്തുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതിനിടയിൽ നിന്ന് കമ്മീഷൻ അടിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാകുന്നത്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന് പകരം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു 400ഓളം വരുന്ന കുടുംബങ്ങൾക്കാണ് ഇത് കൊടുക്കേണ്ടി വരിക. അതിൽ തന്നെ വളരെ കുറച്ച് പേർക്കാണ് ഈ വീടിൻ്റെ സഹായം ആവശ്യം വേണ്ടി വരിക. അപ്പോൾ വീടിൻ്റെ ആവശ്യം വേണ്ടി വരുന്ന വീട് പരിപൂർണമായി നഷ്ടപ്പെട്ടവർക്ക് ഒരു 50 ലക്ഷവും ബാക്കിയുള്ളവർക്ക് 40 ലക്ഷവും ഒക്കെ ആയിട്ട് കൃത്യമായി അങ്ങോട്ട് വീതിച്ചു കൊടുത്താൽ ഈ പ്രശ്നങ്ങളൊക്കെ പണ്ടേ തന്നെ അവസാനിക്കും. അതിന് പകരം ഗവൺമെൻറ് ഒരു ടൗൺഷിപ്പൊക്കെ തന്നെ ഉണ്ടാക്കുകയും ആ ടൗൺഷിപ്പിനകത്ത് നീന്തൽക്കുളവും അടക്കമുള്ള വലിയ സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് ജാനുവരിക്ക് മുമ്പ് നടക്കാൻ സാധ്യതയില്ല. കാരണം അടുത്ത ജാനുവരിയിൽ നടന്നാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ 1-ാം നമ്പർ മെറ്റീരിയൽ ആയിരിക്കും ഗവൺമെൻറ് അത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പെട്ടെന്നൊന്നും നടക്കില്ല. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും വൈകി ഈ പറയുന്ന പോലെ അതിന് മുമ്പൊക്കെ കൊടുത്താൽ ഷിബിലിക്കൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ അയോധ്യ ക്ഷേത്രം പണിതുപോലെ ഇപ്പോൾ ക്ഷേത്രം പണിത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ BJP തോറ്റു. പിന്നെ ഫൈസാബാദിൽ എന്ത് ചെയ്യാണ് ചെയ്തത്? BJP തോക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഓർമ്മ നിൽക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പിനൊരു 2-3 മാസം മുമ്പ്, 4 മാസം മുമ്പ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി പൂർത്തിയാകണം. ആ പദ്ധതി കണ്ട് കേരളീയർ ഞെട്ടണം. അങ്ങനെ ഞെട്ടിയാൽ മാത്രമേ ഇതുകൊണ്ട് സാധ്യമാവുള്ളൂ. പിന്നെ നമുക്കറിയാമല്ലോ, പ്രതിപക്ഷത്തിനൊക്കെ സംബന്ധിച്ചോളം അവർ ചെറിയ ഊരാക്കുടുക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കും വലിയ സ്കോപ്പില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഇത് പദ്ധതി പൂർത്തിയാക്കും. അത്രയും സമയം ഈ ജനങ്ങൾ കുറച്ചൊന്ന് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. സാർ, ഇപ്പോൾ പല സന്നദ്ധ സംഘടനകളും വീടുകൾ ഓഫർ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സർക്കാർ അവരെ ബുദ്ധിമുട്ടിക്കുന്ന എന്ന രീതിയിലൊക്കെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സാർ കാണുന്നത്? ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാര്യമായിരിക്കും ചിലപ്പോൾ ഷിബിലി ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. മുസ്ലിം ലീഗ് മാത്രമാണ് ഇപ്പോൾ ഇതിൽ സ്ഥലം കണ്ടെത്തി. പക്ഷേ ആ സ്ഥലം കണ്ടെത്തിയതിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. അതിനുശേഷം വീട് പണിയാൻ തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ ഷിബിലി വാഗ്ദാനങ്ങളൊക്കെ വെച്ച് നോക്കിയിരുന്നെങ്കിൽ ഏതാണ്ട് ഇപ്പോൾ ഒരു 10,000 വീടുകൾ പൂർത്തിയായേനെ. അപ്പോൾ അത്തരത്തിലുള്ള വീടുകളും ഏക്കർ കണക്കിന് സ്ഥലവും ഒക്കെ പല ആളുകളും ഒക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ വാഗ്ദാനം ചെയ്തിരുന്നു, ബോബി ചെമ്മണ്ണൂർ വാഗ്ദാനം ചെയ്തിരുന്നു. ഇത്തരത്തിൽ പല ആളുകളൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. ഇവരുടെ നിന്ന് ഗവൺമെൻറ്റിന് മേടിക്കാത്തതാണോ അതോ ഇവർ കൊടുക്കാത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ അടുത്തൊരു ദുരന്തമോ പ്രശ്നമോ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഷിബിലിക്ക് വേണമെങ്കിൽ ഒരു 100 വീട് വാഗ്ദാനം ചെയ്യാം, എനിക്കുമൊക്കെ വാഗ്ദാനം ചെയ്യാം. കാരണം ഇതിൻ്റെ പുറകെ ഒന്നും ആരും വരാറില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ പ്രതിപക്ഷത്തിന് പറ്റിയേക്കണ പ്രശ്നം എന്താ? ഇതിൻ്റെ പുറത്ത് ആരും ഒച്ചപ്പാടുണ്ടാക്കില്ല. കാരണം എന്താ? പ്രതിപക്ഷത്തിൻ്റെ 100 വീടുകളുണ്ടായിരുന്നു. അതെന്തായെന്ന് ചോദിച്ചാൽ മാർഗമില്ല. അതിൽ പ്രതിപക്ഷം പറയുന്നത് ഗവൺമെൻറ് ഭൂമി തന്നാൽ ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുമെന്നാണ്. ഗവൺമെൻറ് പറയുന്നത് അങ്ങനെ ഭൂമി കൊടുക്കാമെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. പകരം DYF ഒക്കെ തന്നതുപോലെ 20 കോടി രൂപ ഇങ്ങോട്ട് തരുമെന്നാണ്. അപ്പോൾ 20 കോടി രൂപ തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാം? വീട് ആ പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കിയേക്കാം. അല്ലാതെ ഭൂമി തരാമെന്നോ ഭൂമി കണ്ടെത്തി തരാമെന്നോ ഒന്നും ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഷിബിലിക്ക് അറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. യൂത്ത് കോൺഗ്രസ് ഒക്കെ തന്നെ വെട്ടിലായി. പിന്നെ യൂത്ത് കോൺഗ്രസ് അല്ലാതെയും ചില വെട്ടിൽപ്പെട്ടത് കൊണ്ടിട്ട് ഇനിയിപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധമോ പ്രക്ഷോഭമോ ഒന്നും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പ്രതീക്ഷിക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിന്മേൽ വലിയ തോതിൽ പ്രക്ഷോഭം നടത്താനോ അല്ലെങ്കിൽ നടപടികൾ എടുക്കാനൊന്നും കഴിയാത്ത രീതിയിലേക്ക് പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇവിടുത്തെ പ്രതിപക്ഷ സംഘടനകളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവരൊരു പണം പിരിക്കുന്നു. ആ പരിക്കുന്ന പണം മുഴുവൻ CMDRFിലേക്ക്, അതായത് ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക്, ചീഫ് മിനിസ്റ്ററുടെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങളിത് സമയബന്ധിതമായി പൂർത്തിയാക്കണം, ഇതെന്തുകൊണ്ടാണ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് വൈകിയത് എന്നൊക്കെ ഉള്ളത് ഗവൺമെൻറ് വലിയ തോതിൽ ചോദ്യം ചെയ്യാൻ പറ്റുമായിരുന്നു.
അപ്പോൾ അത്തരത്തിലൊരു സാമാന്യ ബുദ്ധിക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇവരെ കൊണ്ട് അത് ഗവൺമെന്റിനേക്കാൾ മുമ്പ് ഗംഭീരമായി ഒരു 2 ഏക്കർ സ്ഥലമോ 3 ഏക്കർ സ്ഥലമോ കിട്ടിയിട്ട് അവിടെ വലിയ തോതിലുള്ള ഒരു വീടുകൾ വെച്ചുകൊണ്ട് അത്രയും മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് നടത്തിക്കൊണ്ട് മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറൽ ഭംഗിയിൽ ഡിസൈനർ ഹോംസ് തന്നെയൊക്കെ വെച്ചുകൊണ്ട് ഗവൺമെന്റ് ഞെട്ടിക്കാൻ ഇവർക്ക് കഴിയണമായിരുന്നു. അപ്പം ഇത് രണ്ടും കഴിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇത് യഥാർത്ഥത്തിൽ ഒരു ഇപ്പം ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് ഷിബിൽ എഴുതി വെച്ചോളൂ. ഒരു ജാനുവരി ആകുമ്പോഴേക്കും ഒന്നുകിൽ ഇതിൻ്റെ പകുതി പണിയെങ്കിലും തീരും, അല്ലെന്നുണ്ടെങ്കിൽ ജാനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്കും ഇതിൻ്റെ ഏതാണ്ട് മുഴുവൻ പണികളും തീരുന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, എത്തിച്ചേരും. അങ്ങനെ എത്തിയാൽ വലിയ തോതിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ മാർച്ച് ഏപ്രിലൊക്കെ ആയാലും വിചാരിക്കുന്ന പോലെ ഒരു ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ കുറച്ച് വീടുകളെങ്കിലും താക്കോലിൻ്റെ കൈമാറ്റം നടക്കും. പിന്നെ മറ്റ് അമനിറ്റീസൊക്കെ ഇനി വരാനിരിക്കുന്നതിനെക്കുറിച്ച് വലിയ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള 3D എൻഹാൻസ് ചെയ്തിട്ടുള്ള പിക്ചറുകളൊക്കെ അടക്കം വരുന്നൊരു മെറ്റീരിയൽ കൃത്യമായി ഗവൺമെൻറ് പ്രചരണത്തിൽ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ പെൻഷനുകളൊക്കെ കൂടി വർദ്ധിപ്പിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇമേജ് കുറച്ചുകൂടി ഉയരാനാണ് സാധ്യത. പ്ലസ് മറ്റേ എതിർ വിഭാഗത്തിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് BJPയിലേക്കും കുറച്ച് മറ്റുള്ള പാർട്ടികളൊക്കെ പിടിച്ചാൽ അത് വലിയ തോതിൽ ഗവൺമെൻറ് ഗുണം ചെയ്യും. അപ്പോൾ ആ സമയത്തേക്കല്ലാതെ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരിതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒരു പുനരധിവാസം സാധ്യമാകില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ 50 ലക്ഷം രൂപ കൊടുത്തിരുന്നെങ്കിൽ, 35 ലക്ഷം രൂപ കൊടുത്തിരുന്നെങ്കിൽ, 40 ലക്ഷം രൂപ കൊടുത്തിരുന്നെങ്കിൽ ഗവൺമെൻറ് അത് ലാഭമാകുമായിരുന്നു. കാരണം ഇപ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ പുറകെ നടക്കണം, സ്ഥലം കണ്ടെത്താൻ വേണ്ടി നടക്കണം, പ്രൊജക്റ്റ് തയ്യാറാക്കണം. ഇതിനൊക്കെ നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം രൂപയ്ക്ക് ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പെർ ഡേ അവർ എത്ര രൂപ കൊടുക്കേണ്ടി വരും? 3000-4000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളൊക്കെ ഭേദം ഈ 40 ലക്ഷം രൂപ 50 ലക്ഷം രൂപ എല്ലാവർക്കും ഓരോ തരം തിരിച്ച് കൃത്യമായിട്ട് അങ്ങോട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇതെല്ലാം അവർ ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അവർ ചെയ്യുമ്പോഴുള്ള അടുത്ത ഗുണം എന്താ? അവരിപ്പോൾ 50 ലക്ഷം രൂപ കിട്ടി, ഒരാളും അവിടെ ഓടിച്ചെന്നിട്ട് 50 ലക്ഷം രൂപയ്ക്ക് വീട് സ്ഥലവും മേടിക്കില്ല. പകരം എന്ത് ചെയ്യും? അവനൊരു 25-30 ലക്ഷം രൂപയ്ക്ക് ചിലപ്പോൾ വീട് സ്ഥലവും കൂടി കിട്ടാവുന്നത് മേടിക്കും. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഉപജീവന മാർഗം കണ്ടെത്താൻ കൂടി കഴിയുമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഉപജീവന മാർഗം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ വീടുകൾ വെച്ച് കൊടുത്തുകൊണ്ട് മാത്രം എന്താണ് പ്രയോജനമെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? ഇപ്പം പോലും ഷിബിലി അറിയേണ്ടത് അവിടെയുള്ള ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റ് പോലും വീണ്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഉപജീവന മാർഗം കണ്ടെത്താൻ കഴിയാതെ പകരം ഗവൺമെൻറ്റിന് ഇത് ഞങ്ങൾ ഭംഗിയായിട്ടൊരു പുനരധിവാസം നടത്തിയിരിക്കുന്നത് കാണിക്കാൻ പറ്റും. മറ്റത് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് കാണിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഒരു കാര്യം കൂടി പറയാം. ഇനി മുതൽ എല്ലാ ദുരന്തത്തിനും വാഗ്ദാനം നടത്തുന്നവരുടെ ലിസ്റ്റ് ജനങ്ങളെങ്കിലും എഴുതി വെക്കണം. ആ പേരും നമ്പറും ഡീറ്റെയിൽസും എഴുതി വെച്ച് അവരെ വിളിച്ച് യഥാർത്ഥത്തിൽ എല്ലാ ചാനലുകളെങ്കിലും ചോദിക്കേണ്ടതാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ആരെങ്കിലും ചോദിക്കേണ്ടതാണ്. ഇത് കൃത്യമായി ചോദിച്ചാൽ ഇതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യാത്തതിൻ്റെ കാര്യം ഈ പ്രൊജക്റ്റുകൾ നടന്നാലും പണി നടന്നാലും മാത്രമേ അതിൽ നിന്നൊക്കെ ചെറിയ ചില്ലറ വിഹിതങ്ങൾ കിട്ടുകയുള്ളൂ എന്നറിയാവുന്നതുകൊണ്ടാണ് ഇത് നീണ്ടുപോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ കഴിയുന്ന മെറ്റീരിയലായി ഇതിൻ്റെ പണി ഏതാണ്ട് തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.